പ്രിയപ്പെട്ട കുട്ടികളെ, ഇലക്ട്രോലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇലക്ട്രോലിസിസ്. നമുക്കറിയാം, ഇലക്ട്രോലിസിസ് നടത്തണമെങ്കിൽ ഒരു സെല്ലിൻ്റെ ആവശ്യമുണ്ട്. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഡിവൈസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെയാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത്. നമ്മൾ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ വേറൊരു സെല്ല് പഠിച്ചിരുന്നു, ഇലക്ട്രോ കെമിക്കൽ സെൽ. അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസ്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമുക്കറിയാം, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ ഒരു സോഴ്സ് ആവശ്യമാണ്. ഹിയർ an external source of voltage is used to supply electricity and bring about the chemical reaction. അപ്പോൾ വൈദ്യുതി കടത്തിവിട്ട് അതിലൂടെ രാസമാറ്റം സംഭവിക്കുക, ആ പ്രക്രിയയാണ് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്നത്. അപ്പോൾ വൈദ്യുതിയെ സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് വൈദ്യുതി വരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റിന് രാസമാറ്റം സംഭവിക്കും. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി മാറ്റപ്പെടുന്നു. ഇലക്ട്രോലിസിസ്, മലയാളത്തിൽ നമ്മൾ പറയും വൈദ്യുത വിശ്ലേഷണം. ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻറ്റു കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് by the passage of electricity through its molten state or aqueous solution. ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ സംഭവിക്കുന്നത് ഇലക്ട്രോലൈറ്റിലൂടെ, ആ ഇലക്ട്രോലൈറ്റ് ഒന്നുകിൽ മോൾട്ടൻ സ്റ്റേറ്റ് ആകാം, ഉരുകിയ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ, അതിൻ്റെ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനിയായിരിക്കാം. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റിലൂടെ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ഇലക്ട്രോലൈറ്റ് കാറ്റയോൺ ആയിട്ടും ആനയോൺ ആയിട്ടും വിഘടിച്ചു പോകുന്നു. ഈ പ്രവർത്തനത്തെയാണ് ഇലക്ട്രോലിസിസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് അയോൺസ് മൂവ് ടു കാഥോഡ് ആൻഡ് റെഡ്യൂസ്ഡ്, നെഗറ്റീവ് അയോൺസ് മൂവ് ടു ആനോഡ് ആൻഡ് ഓക്സിഡൈസ്ഡ്. നമുക്കറിയാം, പോസിറ്റീവ് അയോണുകൾ കാഥോഡിലേക്ക് മൂവ് ചെയ്യും, കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കും. നെഗറ്റീവ് അയോണുകൾ ആനോഡിലേക്ക് മൂവ് ചെയ്യും, ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കും. അപ്പം എന്താണ് ഇലക്ട്രോലിസിസ്? ഓരോ ഇലക്ട്രോലിസിസിലും എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇലക്ട്രോലിറ്റിക് സെൽ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇലക്ട്രോലിസിസുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുണ്ട്. മൈക്കൽ ഫാരഡേ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ നിയമങ്ങൾ പ്രപ്പോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളെ ഫാരഡേയ്സ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും 2 നിയമങ്ങളാണ്. ഇതിലൊന്നാമത്തെ നിയമം, ഫാരഡേയ്സ് ഫസ്റ്റ് ലോ, നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the amount of substance deposited or liberated at the electrodes during electrolysis is directly proportional to the quantity of electricity Q passed through the electrolyte. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ഇലക്ട്രോലൈറ്റ് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണുമായിട്ട് മാറും. ആ പോസിറ്റീവ് അയോണുകൾ കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് അവിടുന്ന് പുറത്തേക്ക് പോകും. നെഗറ്റീവ് അയോണുകൾ ആനോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും,
അല്ലെങ്കിൽ അത് ആനോഡിലൂടെ പുറത്തു പോകും. അങ്ങനെ ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവിടുന്ന് പുറത്തു പോകുന്ന ആ സബ്സ്റ്റൻസിന്റെ അളവ്, എമൗണ്ട്, അത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് ഈ നിയമം പറയുന്നത്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ അളവ് ആ ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ ക്വാണ്ടിറ്റിക്ക് നേരനുപാതത്തിലായിരിക്കും. അഥവാ കൂടുതൽ വൈദ്യുതി കടന്നുപോയാൽ കൂടുതൽ സബ്സ്റ്റൻസ് ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഇക്വേഷനാണ് താഴെ പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ടൈം. എത്ര കറണ്ടാണ്, എത്ര സമയത്തേക്കാണ് അതിൽ കടന്നുപോയത്. അപ്പോൾ കടന്നുപോയ കറണ്ടിന്റെ അളവ് I, അതിലൂടെ കടന്നുപോയ ആ സമയം, സെക്കൻഡിലുള്ള സമയം കൊണ്ട് ഗുണിച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടും. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കൂളംസ് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നിയമം. ഇനി ഫാരഡേസ് സെക്കൻഡ് ലോ. It states that when same quantity of electricity is passed through different electrolytes, the amount of substances deposited or liberated at the electrodes are directly proportional to their respective equivalent weight. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി ഒന്നിലധികം ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇവയെല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവയിലൂടെ ഒരു നിശ്ചിത അളവ്, സെയിം ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി, അവിടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവിന് വ്യത്യാസമില്ല, സെയിം ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റിയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെയും ഓരോ ഇലക്ട്രോലൈറ്റിലും പോസിറ്റീവ് അയോണുകളും നെഗറ്റീവ് അയോണുകളും ഇലക്ട്രോഡുകളിലേക്ക് മൂവ് ചെയ്യും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പൊ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോഡിലും പുറത്തു പോകുന്ന വസ്തുക്കളുടെ അളവ്, അത് എന്തിന് ആനുപാതികമായിട്ടാണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസ്പെക്റ്റീവ് ഈക്വലന്റ് വെയിറ്റ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇലക്ട്രോലൈറ്റിലെയും ഓരോ വസ്തുവിൻ്റെയും അല്ലെങ്കിൽ ഓരോ മെറ്റലിൻ്റെയും ഈക്വലന്റ് വെയിറ്റിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ലോ എങ്ങനെ പറയാം? M1 പ്രൊപ്പോർഷണൽ E1 ആൻഡ് M2 പ്രൊപ്പോർഷണൽ E2, അല്ലെങ്കിൽ M1/M2 ഈസ് ഈക്വൽ ടു E1/E2. ഇവിടെ M1 ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ഫസ്റ്റ് മെറ്റൽ ഡെപ്പോസിറ്റഡ്, M2 മാസ് ഓഫ് സെക്കൻഡ് മെറ്റൽ ഡെപ്പോസിറ്റഡ്, E1 ഈക്വലന്റ് വെയിറ്റ് ഓഫ് ഫസ്റ്റ് മെറ്റൽ, E2 ഈക്വലന്റ് വെയിറ്റ് ഓഫ് സെക്കൻഡ് മെറ്റൽ. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോലൈറ്റ് ആണ് പരിഗണിച്ചിരിക്കുന്നത്. ആ രണ്ട് ഇലക്ട്രോലൈറ്റുകളിൽ രണ്ട് വ്യത്യസ്ത മൂലകങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത മെറ്റലുകളുണ്ട്. അതിനെ നമ്മൾ M1 M2 എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന M1ന്റെ അളവ് അതിന്റെ ഈക്വലന്റ് വെയിറ്റിന് നേർ അനുപാതത്തിലായിരിക്കും E1. അതുപോലെ M2 ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെക്കൻഡ് മെറ്റലിന്റെ അളവ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഈക്വലന്റ് വെയിറ്റ് E2. അപ്പോൾ M1/M2 ഈസ് ഈക്വൽ ടു E1/E2. അപ്പൊ ഇവിടെ പുതിയൊരു ടേം വരുന്നുണ്ട്, ഈക്വലന്റ് വെയിറ്റ്. അപ്പോൾ ഒരു മെറ്റലിന്റെ ഈക്വലന്റ് വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? Equivalent weight of a metal is equal to atomic mass of metal divided by number of electrons required to reduce its cation. ഏതൊരു മെറ്റലിന്റെയും ഈക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അഥവാ ഏതാണോ മെറ്റൽ അതിന്റെ അറ്റോമിക് മാസിനെ ആ മെറ്റലിന്റെ അയോൺ ഉണ്ടാവും. ഉദാഹരണത്തിന് കോപ്പർ ആണെങ്കിൽ Cu2+, സിൽവർ ആണെങ്കിൽ Ag+,
സോഡിയം ആണെങ്കിൽ Na+. അപ്പോൾ ആ അയോണിനെ റെഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺ ആണോ ആവശ്യമുള്ളത് ആ ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് അറ്റോമിക് മാസിനെ ഹരിച്ചാൽ കിട്ടുന്നതാണ് ഈക്വലന്റ് വെയിറ്റ്. അപ്പോൾ ഈ രണ്ട് നിയമങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ, when same quantity of electricity is passed through copper sulfate and silver nitrate solutions joined in series. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഇലക്ട്രോലൈറ്റ്, അതോ ഒന്നിൽ കോപ്പർ സൾഫേറ്റ് മറ്റൊന്നിൽ സിൽവർ നൈട്രേറ്റ്, രണ്ടിലും ഇലക്ട്രോഡുകളുണ്ട്. അതിലൂടെ ഒരേ അളവ് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നു. സ്വാഭാവികമായിട്ടും കോപ്പർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും, അതുപോലെ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ അഥവാ M1 മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് M2 is equal to 31.75 divided by 108. ഇവിടെ 31.75 അതുപോലെ 108 ഇത് രണ്ടും they are the equivalent masses അല്ലെങ്കിൽ equivalent weights of copper and silver. അപ്പോൾ 31.75 എന്നതാണ് കോപ്പറിന്റെ ഈക്വലന്റ് വെയിറ്റ്, 108 എന്നതാണ് സിൽവറിന്റെ ഈക്വലന്റ് വെയിറ്റ്. അപ്പൊ എങ്ങനെയാണ് കോപ്പറിന് ഈക്വലന്റ് വെയിറ്റ് വന്നത് എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഈക്വലന്റ് വെയിറ്റ് ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, അറ്റോമിക് മാസ് ഓഫ് കോപ്പർ നമുക്കറിയാം 63.5 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ്, കോപ്പറിന്റെ കാറ്റയോൺ ഏതാണ്? Cu2+ അയൺ. അപ്പൊ Cu2+നെ റെഡ്യൂസ് ചെയ്ത് Cu ആക്കണമെങ്കിൽ 2 ഇലക്ട്രോൺ ആണ് ആവശ്യം. അപ്പൊ 63.5 ഡിവൈഡഡ് ബൈ 2 is equal to 31.75. അതുപോലെ സിൽവറിന്റെ അറ്റോമിക് മാസ് 108 ആണ്. സിൽവറിന്റെ ഇലക്ട്രോണിനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ് Na+ അല്ല, സോറി, Ag+ ആണ് അവിടെ വേണ്ടത്. Ag+ അയോൺ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ആണ് ആവശ്യം. സോ 108 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1. ഇവിടെ Ag+ അയോൺ ആണ്, അത് ബൈ മിസ്റ്റേക്ക് Na+ അയോൺ എന്ന് എഴുതിയതാണ്. അപ്പൊ ഈ രണ്ട് നിയമങ്ങളും, ഒന്നാമത്തെ നിയമം പറയുന്നത് ഒരു വസ്തുവിലൂടെ ഇലക്ട്രിസിറ്റി കടന്നുപോയി, അപ്പൊ ഇലക്ട്രോലിസിന് വിധേയമാകുന്നു. അപ്പൊ അവിടെ ആനോഡിലും കാഥോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ആ വസ്തുവിന്റെ അളവ് അതിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവിന് നേർ അനുപാതത്തിലായിരിക്കും. വൈദ്യുതിയുടെ അളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q is equal to I into T. I എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻ ആംബിയർ, T എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്. രണ്ടാമത്തെ നിയമം പറയുന്നത് ഒന്നിലധികം ഇലക്ട്രോലൈറ്റുകളുണ്ട്, അവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, അതിലൂടെ ഒരേ അളവ് വൈദ്യുതിയാണ് കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ കടന്നു പോകുമ്പോഴും ഓരോ ഇലക്ട്രോഡുകളിലും ഓരോ ഇലക്ട്രോലൈറ്റിലുമുള്ള മെറ്റലുകൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന മെറ്റലുകളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ അളവ് എന്ന് പറയുന്നത് ഓരോ മെറ്റലിന്റെയും ഈക്വലന്റ് വെയിറ്റിന് നേർ അനുപാതത്തിലായിരിക്കും. ഇപ്പോൾ 1, 2, 3 ഉണ്ട്, M1 പ്രപ്പോർഷണൽ E1, അതുപോലെ രണ്ടാമത്തത് M2 പ്രപ്പോർഷണൽ E2. അപ്പൊ ഈക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കുന്നത് ഏത് മെറ്റലാണോ അതിന്റെ അറ്റോമിക് മാസിനെ ആ മെറ്റലിന്റെ അയോണിനെ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. നമ്മളിപ്പോ ഒരുപാട് പ്രോബ്ലംസിൽ ഉപയോഗിച്ചു ഫാരഡേസ് കോൺസ്റ്റന്റ് F. അതിന്റെ വാല്യൂ നമ്മൾ ഉപയോഗിച്ചത് 96,500 കൂളംസ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫാരഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 ഫാരഡേ ഈസ് ദ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. നമുക്കറിയാം
1 മോൾ എന്ന് പറയുമ്പോൾ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്ര 1.602 ഇൻറ്റു 10⁻90. അപ്പോൾ അതിന് 96,487 കിട്ടും. അത് നമ്മൾ കാൽക്കുലേഷന്റെ സൗകര്യത്തിന് വേണ്ടി 96,500 കൂളംസ് പെർ മോൾ. അപ്പോൾ ഫാരഡേ എന്ന് പറയുന്നത് 1 ഫാരഡേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് പ്രോബ്ലത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. Na പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് Na. അത് ഒരു സോഡിയം അയോണിനെ ഒരു സോഡിയം ആറ്റമാക്കി മാറ്റാൻ എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ആവശ്യം? 1 ഇലക്ട്രോൺ. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1 മോൾ സോഡിയം അയോണിനെ 1 മോൾ സോഡിയം ആറ്റമാക്കി മാറ്റണമെങ്കിൽ എത്ര ഇലക്ട്രോൺ ആവശ്യം? 1 മോൾ ഇലക്ട്രോൺ ആവശ്യം. അപ്പൊ നമുക്ക് പറയാം ഹിയർ 1 മോൾ Na പ്ലസ് നീഡ്സ് 1 മോൾ ഇലക്ട്രോൺ ടു ഡെപ്പോസിറ്റ് 1 മോൾ സോഡിയം ആറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? 1 ഫാരഡേക്ക് തുല്യമാണ്. സിൻസ് ദ ചാർജ് ഓഫ് 1 mole of electron equals to 1 Faraday, we can say that 1 Faraday is required to deposit 1 mole of sodium atom. അപ്പോൾ ഇവിടെ 1 mole sodium അയോൺ 1 mole sodium ആറ്റമായി മാറാൻ 1 mole ഇലക്ട്രോൺ ആവശ്യമാണ്. 1 mole ഇലക്ട്രോണിന്റെ ചാർജിന് 1 ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിൽ പറയാം? 1 മോൾ സോഡിയം അയോൺ 1 മോൾ സോഡിയം ആറ്റമായി ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിലൂടെ എത്ര ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി കടന്നു പോകണം? 1 ഫാരഡേക്ക് തുല്യമായ ഇലക്ട്രിസിറ്റി കടന്നു പോകണം. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 96,500 കൂളംസ് ആണ്. സോ ഹിയർ 96,500 coulombs quantity of electricity is needed to deposit 23 gram of sodium atom. ഇവിടെ 23 gram എന്ന് പറയുന്നത് എന്താണ്? 1 മോൾ സോഡിയം ആറ്റത്തിന്റെ മാസം. അപ്പൊ ഈ ഇക്വേഷൻ നോക്കൂ. Cu2 പ്ലസ് 2 ഇലക്ട്രോൺ Cu. ഇവിടെ 1 മോൾ സോഡിയം അയോൺ 1 മോൾ കോപ്പർ അയോൺ 1 മോൾ കോപ്പർ ആറ്റമായി മാറണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? 2 മോൾ ഇലക്ട്രോൺ. അപ്പോൾ 1 മോൾ ഇലക്ട്രോണിനെ 1 ഫാരഡേ എന്ന് പറയുമെങ്കിൽ 2 മോൾ ഇലക്ട്രോണിനെ 2 ഫാരഡേ എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം ഹിയർ 2 ഫാരഡേ ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 മോൾ കോപ്പർ ആറ്റം. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ എത്ര വൈദ്യുതി കടന്നു പോകേണ്ടി വരും? 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 ഫാരഡേക്ക് തുല്യമായ ഇലക്ട്രിസിറ്റി. So 2 into 96,500 coulombs quantity of electricity is needed to deposit 63.5 gram of copper atom. 63.5 gram എന്ന് പറയുന്നത് കോപ്പറിന്റെ അറ്റോമിക് മാസ് ആണ്. അപ്പോൾ 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 മോൾ ഇലക്ട്രോൺ അഥവാ 2 ഫാരഡേ അഥവാ 2 into 96,500 coulombs quantity of electricity is needed. അതുപോലെ ഈ ഇക്വേഷൻ നോക്കുക. Al3 plus 3 electron gives Al. 1 mole aluminum ion 1 mole aluminum atom 1 mole aluminum ആറ്റത്തിന്റെ മാസ് എത്രയാണ്? 27 gram ആണ്. അപ്പൊ 27 gram അലൂമിനിയം കിട്ടണമെങ്കിൽ അതിലൂടെ 3 മോൾ ഇലക്ട്രോൺ കടന്നു പോകണം. 3 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ഫാരഡേക്ക് തുല്യമായ ഇലക്ട്രിസിറ്റി അഥവാ 3 into 96,500 coulombs quantity of electricity is needed to deposit 27 gram of aluminum atom. അപ്പൊ ഇതുപോലെ ഓരോ ഇലക്ട്രോലൈറ്റിലൂടെയും എത്ര ഫാരഡേ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എത്ര മോൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കടന്നു പോയാലാണ് ആ ഇലക്ട്രോലൈറ്റിൽ നിന്നും അതിന് തുല്യമായ
1 മോൾ ആ ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് ഇതുപോലെ ഇക്വേഷൻ എഴുതി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1 ഫാരഡെ, 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഫാരഡെ, 3 ഇലക്ട്രോൺ ആണെങ്കിൽ 3 ഫാരഡെ. അപ്പോൾ 1 ഫാരഡെ എന്ന് പറയുന്നത് 96,500 കൂളംസ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഈക്വൽ ആണ്. അപ്പോൾ 2 ഫാരഡെ അതിന്റെ ഡബിൾ ആയിരിക്കും, 3 ഫാരഡെ അതിന്റെ 3 മടങ്ങായിരിക്കും.